മാസപ്പടി കേസിൽ വീണ്ടും ED റെയ്ഡ്. കോഴിക്കോട് ഉൾപ്പെടെ 8 കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. വീണയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ഡയറിയിലെ പേരുകൾ കേന്ദ്രീകരിച്ചും വീണ പാർട്ണറായിട്ടുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷനുമായും ബന്ധപ്പെട്ടാണ് പരിശോധന. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനും രമ്യദാസും ചേരുന്നു. ആദ്യം ജിജീഷിലേക്കാണ്. ജിജീഷ്, വളരെ പ്രധാനപ്പെട്ട നടപടികളിലേക്ക് ED കടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ നടന്ന റെയ്ഡുകൾക്കപ്പുറത്തേക്ക് പുതിയ കണ്ടെത്തലുകൾ, വീണയുടെ പുതിയ കമ്പനി, ഇവയെല്ലാം കേന്ദ്രീകരിച്ച് വളരെ സജീവമായ പരിശോധന. വിശദാംശങ്ങൾ. മെയ് 27-ാം തീയതി നടന്ന റെയ്ഡിന് ശേഷം വീണ്ടും അന്വേഷണ സംഘം നടപടികൾ കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് വ്യാപകമായ പരിശോധനകളിലേക്ക്, അതായത് 8 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പുലർച്ചെ മുതൽ റെയ്ഡ് നടത്തുന്ന നിലയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിരിക്കുന്നു. ചില പ്രധാനപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡുകൾ ഇപ്പോൾ നടക്കുന്നത്. ഒന്ന്, ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന വീണ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ സഹ ഉടമസ്ഥയായിട്ടുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ്. ആ സ്ഥാപനത്തിന്റെ ഓഫീസുകൾ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളുടെ പ്രധാനികളുടെ വീടുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ഒരു റെയ്ഡ് നടക്കുന്നത്. ഒപ്പം തന്നെ ഡയറിയിലെ വിവരങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധനകൾ നടക്കുന്നുണ്ട്. ഒരു ഡയറി, ചുവന്ന ഡയറി വീണയുടേതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. മുൻ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയിട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിലാണ് ഈ ഡയറി ലഭിച്ചത്. ആ ഡയറിയിൽ ആദ്യത്തെ 9 പേജുകൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ്. അതിൽ വീണയുടെയും ഒപ്പം തന്നെ വീണയുടെ ഭർത്താവ് ആയിട്ടുള്ള കൃത്യമായി 2 പേരുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്ന ആളുകളെ, മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടും അടക്കം പരിചയമുണ്ടായിരുന്ന അല്ലെങ്കിൽ അടുപ്പമുണ്ടായിരുന്ന ആളുകളുടെ ചില പേരുകൾ കൂടി ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതനുസരിച്ചാണ് പരിശോധനകളിലേക്ക്, കൂടുതൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട പരിശോധനകളിലേക്കെല്ലാം തന്നെ അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്നത് ഒരു കടലാസ് കമ്പനിയാണ് എന്നത് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വ്യക്തമായിരുന്നു. കാരണം ആ കമ്പനി കൂടുതൽ മറ്റ് ഇടപാടുകളിലോ ഏതെങ്കിലും സേവന പ്രവർത്തനങ്ങളിലോ ഒന്നും തന്നെ ഏർപ്പെട്ടിരുന്നില്ല. IT അനുബന്ധമായ യാതൊരു തരത്തിലുള്ള ജോലികളിലും ഏർപ്പെടാതെ തന്നെ ഒരു കടലാസ് കമ്പനി എന്ന നിലയിൽ സാമ്പത്തിക ഇടപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ഈ ലേക്കർ ഇന്ത്യ രൂപീകൃതമായത് തന്നെ. ഈ ലേക്കർ ഇന്ത്യ വീണ സഹസ്ഥാപക എന്നാണ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ റെയ്ഡിന് ശേഷം, മെയ് 27 റെയ്ഡിന് ശേഷം 15.5 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ഈ ലേക്കർ ഇന്ത്യയുടെ പേരിൽ ഉണ്ടായിരുന്ന പണമിടപാടുകൾ, അതിലുണ്ടായിരുന്ന അക്കൗണ്ടിലെ പണം അന്വേഷണ സംഘം ഫ്രീസ് ചെയ്തിരുന്നു, മരവിപ്പിച്ചിരുന്നു. അതിനുശേഷം അത് കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുകയും എല്ലാം തന്നെ ചെയ്തു. അതിന്റെ എല്ലാം തുടർച്ചയായിട്ടാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. 8 കേന്ദ്രങ്ങളിൽ മലബാർ മേഖല കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത്. ലേക്കർ ഇന്ത്യ, ചില വ്യക്തികൾ, ചില സ്ഥാപനങ്ങൾ, മറ്റു ചില ഓഫീസുകൾ എന്നിവയിലെല്ലാം തന്നെയാണ് പരിശോധന ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത്.